വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ കത്തോലിക്കാ സഭയുടെ വിദ്യാഭ്യാസത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായി ഉയർത്തുവാനുള്ള നീക്കങ്ങളിലേക്ക് തിരുസഭ 2025 ഒക്ടോബർ 28 വിശുദ്ധനെ തിരുസഭയുടെ വിദ്യാഭ്യാസത്തിന്റെ ഔദ്യോഗിക മധ്യസ്ഥനായി ഉയർത്തുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രഖ്യാപനമായ ഗ്രാവിസിം എഡ്യൂക്കേഷനിസിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ചായിരിക്കും ഈ പ്രഖ്യാപനം നടത്തുക. മാത്രമല്ല, സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനമായ നവംബർ 1 വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ സഭയുടെ 38ാമത്തെ വേദപാരംഗതനായും പാപ്പ പ്രഖ്യാപിക്കും. അതേസമയം ഒക്ടോബർ 27 മുതൽ നവംബർ 1 വരെ നടക്കുന്ന വത്തിക്കാന്റെ വിദ്യാഭ്യാസ ആഗോള ജൂബിലി ആഘോഷത്തിലായിരിക്കും വിശുദ്ധ തോമസ് അക്വിനാസിനൊപ്പം വിശുദ്ധ ന്യൂമാനെയും വിദ്യാഭ്യാസത്തിന്റെ ഔദ്യോഗിക സഹരക്ഷാധികാരിയായി പരിശുദ്ധ പിതാവ് നിയമിക്കുക. 19ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജനിച്ച അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ പകുതിയോളം കാലഘട്ടം ആംഗ്ലിക്കൻ സഭാംഗമായിട്ടായിരുന്നു ജീവിതം നയിച്ചിരുന്നത്. എന്നാൽ ജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിവ് വന്ന് കത്തോലിക്ക സഭയെ പുൽകിയ അദ്ദേഹം വൈദികനാവുകയും 17 വർഷത്തോളം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ട്രിനിറ്റി കോളേജിൽ അധ്യാപകനായി, യൂണിവേഴ്സിറ്റി സെന്റ് മേരീസ് ദൈവാലയത്തിൽ വൈദികനായും സേവനം ചെയ്തു വരികയും ചെയ്തു. ഇതിനിടയിൽ നോവലുകളും കവിതകളും ഉൾപ്പെടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. വിശുദ്ധന്റെ ഏറ്റവും സുപ്രസിദ്ധമായ കവിതയാണ് ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്നറിയപ്പെടുന്ന നിത്യമാം പ്രകാശമേ നയിക്കുക എന്നെ നീ ചുറ്റിലും ഇരുൾ പരന്നിടുന്ന വേളയിൽ എന്നറിയപ്പെടുന്ന കവിത. ഏകദേശം 40ഓളം പുസ്തകങ്ങൾ എഴുതിയ അദ്ദേഹം കത്തോലിക്ക സഭയ്ക്കും ലോകത്തിനും വലിയ സംഭാവനകളാണ് നൽകിയിരിക്കുന്നത്. ഒരു മെത്രാനാകാൻ വിസമ്മതിച്ച അദ്ദേഹത്തെ പോപ്പ് ലിയോ 13 1879 കർദിനാളാക്കി ഉയർത്തിയിരുന്നു. 1890 അദ്ദേഹം നിത്യസമ്മാനത്തിനായി യാത്രയാവുകയും ചെയ്തു. 2019 ദിവംഗതനായ പോപ്പ് ഫ്രാൻസിസ് ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതും 2025 പോപ്പ് ലിയോ 14 വിശുദ്ധനെ വേദപാരംഗതനായി ഉയർത്തുവാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകിയതും ഈ വരുന്ന നവംബർ 1 വിശുദ്ധനെ 38ാമത്തെ വേദപാരംഗതനാക്കി ഉയർത്തുന്നത്.